കൊച്ചി SRM റോഡിൽ വിദ്യാർത്ഥിയെ ഇടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കാർ കണ്ടെത്തി. ഇടപ്പള്ളിയിൽ നിന്നാണ് കാർ കണ്ടെത്തിയത്. 1/2 കിലോമീറ്റർ ദൂരം വിദ്യാർത്ഥിയെ കാറിന്റെ ബോണറ്റിൽ കിടത്തി വലിച്ചിഴയ്ക്കുകയായിരുന്നു. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നിതിൻ, ഈ കാർ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. ആരുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കാർ? എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്? നിതിൻ. റിജിത്ത്, ഇന്നലെ വൈകിട്ട് ഇടപ്പള്ളി സിഗ്നൽ സമീപമാണ് വിദ്യാർത്ഥിയെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കാർ കണ്ടെത്തിയിരിക്കുന്നത്. ഈ കാറാണ് വിദ്യാർത്ഥിയെ ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കഴിഞ്ഞ ദിവസം ഇതിന്റെ CCTV ദൃശ്യമടക്കം വന്നിരുന്നു. ആ വിദ്യാർത്ഥിയെ ബോണറ്റിന് മുകളിൽ ഇരുത്തി ആ വാഹനം ഏതാണ്ട് 500 മീറ്ററോളം വലിച്ചിഴയ്ക്കുന്ന ഒരു CCTV ദൃശ്യമാണ് പുറത്തു വന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഇരിട്ടി രജിസ്ട്രേഷൻ വാഹനമാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇന്നലെ വൈകിട്ടാണ് സംഭവം. അതേസമയം തന്നെ ഈ വാഹനം ഓടിച്ചിരുന്ന അമർനാഥ് ഉൾപ്പെടെയുള്ള ആളുകളെ പോലീസ് ഇവരെ പിടികൂടാൻ സാധിച്ചില്ല. സംഭവത്തിൽ ഒരാളാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. നോർത്ത് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ വാഹനമുള്ളത്. വ്യാഴാഴ്ച രാത്രിയാണ് കലൂർ SRM റോഡിൽ വെച്ച് യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. ഈ യുവാക്കൾ ഏറ്റുമുട്ടുന്നതിനിടെ നാട്ടുകാരിൽ ചിലർ അത് ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്ത നാട്ടുകാർക്ക് നേരെ കത്തിവീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ഇതിനിടയിലാണ് നാട്ടുകാർ ഈ വാഹനം തടഞ്ഞു നിർത്തിയത്. അതേസമയം തന്നെ ആ തടഞ്ഞു നിർത്തിയ സമയത്ത് തന്നെ 3 പേർ വാഹനമെടുത്ത് മുന്നോട്ടേക്ക് പോവുകയായിരുന്നു. ഇതിനിടയിലാണ് മുന്നിൽ പെട്ടുപോയ ആ 19-കാരന്റെ നേരെ വാഹനമിടിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായത്. എന്തായാലും പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അമർനാഥ് ഉൾപ്പെടെയുള്ള 3 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. വാഹനം ഉപേക്ഷിച്ച് പോയതാകാം എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അതോടൊപ്പം അമർനാഥിന്റെ ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കളുടെ ഫോൺ ലൊക്കേഷൻ ഇപ്പോൾ പോലീസ് ട്രേസ് ചെയ്യുകയാണ്. വൈകാതെ തന്നെ പിടികൂടാൻ സാധിക്കുമെന്നാണ് എന്തായാലും നോർത്ത് പോലീസ് ഇപ്പോൾ പങ്കുവയ്ക്കുന്ന വിവരം. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.